വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് ദാനമായി തന്നു. വീണ്ടും തിരുവചനത്തിലൂടെ കർത്താവിനെ കൂടുതലായിട്ട് അറിയുവാനും നമ്മുടെ കർത്താവിനെ ഒന്നുകൂടെ ആഴമായി സ്നേഹിക്കാനുമുള്ള അവസരം നമുക്ക് ദൈവം തന്നിരിക്കുക. അപ്പോൾ ഇന്നലെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് വീണ്ടും നമ്മൾ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ദൈവം അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അവിടുന്ന് സകലത്തിലും പ്രാപ്തനാണ്. അപ്പോൾ അവിടുത്തെ പ്രാപ്തിയുടെ വശങ്ങളെക്കുറിച്ചൊന്ന് അല്പമായി ചിന്തിക്കാം എന്ന് ചിന്തിക്കുക. അത് ദൈവവചനത്തിലൂടെ നമുക്ക് ആ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത് എത്ര ആശ്വാസമായിരിക്കും. പ്രത്യേകിച്ചും വിശുദ്ധന്മാർ പല കാര്യങ്ങളിൽ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. ആ തെറ്റിദ്ധാരണ എല്ലാം മാറുവാനായിട്ട് ഇത് സഹായകമാകും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അപ്പോൾ ദൈവം പ്രാപ്തനാകുന്നു എന്ന് കാണുന്ന 7 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം, നമ്മളെ പൂർണ്ണമായും രക്ഷിക്കാൻ അവിടുന്ന് പ്രാപ്തനാണ്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം. ആത്മാവിൽ രക്ഷിക്കപ്പെട്ടു, പ്രാണനിൽ ഓരോ ദിവസവും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർ നമ്മുടെ ശരീരത്തിൽ നാം ഒരു ദിവസം രക്ഷിക്കപ്പെടും. അത് കർത്താവിൻ്റെ വരവില്ല. അപ്പോൾ ഇവിടെ ഈ ലോക ജീവിതയാത്രയിൽ നമുക്ക് പലപ്പോഴും നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ജഡത്തിൽ ജീവിക്കുമ്പോൾ പല വീഴ്ചകളുണ്ടാകാം. നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മളിൽ തെറ്റോ കുറവുകളോ ഉണ്ടാകുന്നില്ല എന്ന് പറയാൻ ആർക്കും കഴിയില്ല. അങ്ങനെ വീഴ്ച ഉണ്ടാകുമ്പോൾ ചിലർ പറയുന്നത്, നമ്മൾ വീണ്ടും നമ്മളിൽ തെറ്റ് വന്നാൽ, പാപം ചെയ്താൽ നമുക്ക് രക്ഷ നഷ്ടമാകും, അവർക്ക് ഒരിക്കലും കർത്താവിനോട് പോകാൻ പറ്റുകയില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരും പഠിപ്പിക്കുന്ന ആൾക്കാരും ഉണ്ട്. എന്നാൽ അത് സത്യമല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരിക്കലും തെറ്റുകൾ കൂടാതെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുകയില്ല. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടാവും. അതിനെക്കുറിച്ച് നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് അതിൽ നിന്നും വിജയം തരുന്നത്? നമ്മുടെ ദൈവമാണ് നമുക്ക് വിജയം തരുന്നത്. അതാണ് ഈ വാക്യം പറയുന്നത്. ഞാനത് വായിക്കാം. എബ്രായ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം, Hebrew chapter 7:25. അവിടെ വായിക്കുന്നത്, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാവുന്നു. അപ്പോൾ നമ്മുടെ കർത്താവ് ഇന്ന് മഹാപുരോഹിത ശുശ്രൂഷയിൽ ആയിരിക്കുക. പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നുകൊണ്ട് തന്നോട് അടുക്കുന്നവർക്ക് വേണ്ടി അവിടുന്ന് പക്ഷപാതം ചെയ്യുന്നു. നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത് അവൻ ആത്മാവിൽ ജീവിക്കുമ്പോൾ പാപം ചെയ്യുന്നില്ലെന്നാണ്. അത് നമ്മൾ 1 യോഹന്നാൻ 3:9 വാക്യം, ദൈവത്തിൽ നിന്നും ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു, ദൈവത്തിൽ നിന്നും ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ഇവിടെ ഈ വാക്യം പറയുന്നത് അവന് പാപം ചെയ്യാൻ കഴിയുകയില്ലെന്നാണ്. എന്നാൽ അവന് പാപം വരാം, അവൻ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നില്ല എന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ പാപമുണ്ടായാൽ പിന്നെ എന്ത് വരും? നമുക്കറിയാം, ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കത് ബോധ്യം വരുത്തുമ്പോൾ നമ്മൾ ഉടനെ തന്നെ അത് ദൈവസന്നിധിയിൽ ഏറ്റു പറയണം. നമ്മൾ ദൈവത്തോട് ഏറ്റു പറയണം. നമ്മൾ അതേ 1 യോഹന്നാൻ 1:9 വായിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അപ്പോൾ ഏറ്റു പറയണം. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തും. മാത്രമല്ല, നമുക്ക് വേണ്ടിയിട്ട് അവിടുന്ന് പക്ഷപാതം കഴിക്കുന്നുമുണ്ട്. നമുക്ക് അതിൻ്റെ 1 യോഹന്നാൻ 2:1 വായിക്കുമ്പോൾ, ഫസ്റ്റ് ജോൺ 2:1, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്. അപ്പോൾ ഈ കർത്താവിൻ്റെ പക്ഷപാത പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ നമ്മളെ ജയാളികളാക്കി മാറ്റുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ പാപം ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ജയാളികളാണ്, അങ്ങനെയല്ല. നമ്മളിൽ വീഴ്ചകൾ ഉണ്ടാകും. എന്നാൽ അവിടെയെല്ലാം ദൈവം നമുക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അവിടുന്ന് നമ്മളെ പൂർണ്ണമായും രക്ഷിക്കും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ വരവിലേക്ക് അത് തികയ്ക്കുമെന്ന് ഫിലിപ്പിയർ 1:4 നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ടാകും. എന്നാൽ ആ കുറവുകളിൽ മേൽ ദൈവം നമുക്ക് ജയം തരും.
അവിടെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അനേക വാക്യങ്ങളുണ്ട്. നമ്മൾ റോമാലേഖനത്തിലേക്ക് പോകുമ്പോഴത്തേക്കും റോമാലേഖനം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യത്തിലും നമുക്ക് കാണാം, ക്രിസ്തുയേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവിടുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു. അവിടുത്തെ പക്ഷപാത പ്രാർത്ഥനയാണ് നമ്മുടെ യഥാർത്ഥത്തിൽ വിശ്വാസം നിലനിൽക്കാനായിട്ട് കാരണം. അപ്പോൾ ഇവിടെ അവിടുന്ന് നമ്മളെ പൂർണ്ണമായും രക്ഷിക്കുന്നവനാണ്, നമ്മളെ കൈവിട്ട് കളയുന്നവനല്ല എന്നുള്ളതാണ് അവിടുത്തെ ആ ദൈവത്വത്തിൽ താൻ പ്രാപ്തനാകുന്നു എന്നുള്ളതിൽ നമ്മുടെ ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ കാര്യം, നാം ചോദിക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്നവൻ എന്ന് നമ്മൾ എഫേസ്യർ 3:20 വായിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം ഞാനതും നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. 3:20 ക്രിസ്തുയേശു തന്നെ 3:20 എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിയുന്നവൻ. അപ്പോൾ നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമുക്ക് വേണ്ടി ചെയ്യുന്ന ദൈവം. നമ്മൾ കർത്താവിനോട് ചോദിക്കുമ്പോൾ അയ്യോ അത് എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് തരാൻ അത്രയും കഴിയില്ല എന്നല്ല പറയുന്ന ദൈവം. നമുക്ക് വേണ്ടിയിട്ട് എല്ലാം വളരെയധികം നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്നവൻ. ഫിലിപ്പ് ലേഖനത്തിൽ പൗലോസ്ലീഹ തന്നെ സഹായിച്ച ഫിലിപ്പിയരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ഫിലിപ്പിയർ 4:19 വാക്യം, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. അപ്പോൾ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നമ്മൾ ചിന്തിക്കണം. സാധാരണ നമ്മൾ പറയാറുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഒരു ദൃഷ്ടാന്തമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പലരും കേട്ടിട്ടുണ്ടാകും. അലക്സാണ്ടർ രാജാവിൻ്റെ അടുക്കൽ ഒരു കൃഷിക്കാരൻ ഒരിക്കൽ തൻ്റെ ഒരു യാചനയുമായിട്ട് വന്നു. അപ്പോൾ രാജാവിൻ്റെ മുഖം കാണിക്കാൻ പോകുമ്പോൾ രാജാവിന് എന്തെങ്കിലും ഒരു തിരുമുൽക്കാഴ്ച വയ്ക്കണം. തനിക്ക് രാജാവിന് കൊടുക്കാൻ ഒന്നുമില്ല. എന്നാൽ തൻ്റെ ചെറിയ ആ കുടിലിനോടടുത്ത് തന്നെ ഒരു അതിനെന്താ പറയുന്നത്, കദ്ദു, ഒരു മത്തങ്ങ. അപ്പോൾ ഈ മത്തങ്ങ, അപ്പോൾ അദ്ദേഹം വിചാരിച്ചെന്നാൽ ഈ മത്തങ്ങ വലിയ ഒരു സാമാന്യം നല്ല വലിപ്പമുള്ളൊരു മത്തങ്ങ. അദ്ദേഹം വിചാരിച്ചെന്നാൽ എനിക്ക് വേറൊന്നുമില്ല, പാവപ്പെട്ട ഒരു കൃഷിക്കാരന്. അപ്പോൾ ഈ മത്തങ്ങ രാജാവിന് കൊണ്ടുപോയി കാഴ്ച വയ്ക്കാം എന്ന് വിചാരിച്ച് താനത് ഒരു ചാക്കിലാക്കി അത് തലച്ചുമടായി എടുത്തുകൊണ്ട്, നല്ല വലിയ മത്തങ്ങയാണ്. അപ്പോൾ അത് കൊണ്ടുപോയി രാജാവിൻ്റെ മുമ്പിൽ കാഴ്ച വെച്ചിട്ട് രാജാവിനോട് പറഞ്ഞ്, രാജാവേ എനിക്കൊരു ചെറിയൊരു അപേക്ഷയുണ്ട്. എനിക്ക് മൂന്ന് പെൺമക്കളാണ്. അവരെ ആരെയും ഇതുവരെയും വിവാഹം കഴിച്ചില്ല. 3 പേരുടെയും വിവാഹപ്രായം കഴിഞ്ഞു. കാരണം എനിക്ക് പണമില്ലാത്തതുകൊണ്ട് എനിക്കത് അവരെ കഴിച്ചു വിടാൻ പറ്റിയില്ല. ഇത് കേട്ടപ്പോൾ രാജാവിന് വലിയ ദുഃഖമുണ്ടായി. രാജാവ് ഉടനെ തന്നെ അവിടെ നിൽക്കുന്ന ആ ശിപായിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവനെ നമ്മുടെ സ്വർണ്ണ ഭണ്ഡാരത്തിൻ്റെ അടുക്കൽ ചെന്ന് സ്വർണ്ണ നാണയങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന അതിൽ നിന്നും ഇവൻ കൊണ്ടുവന്ന ഈ ചാക്ക് നിറച്ച് സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കാൻ പറഞ്ഞു. ഉടനെ ആ ശിപായി ഈ കൃഷിക്കാരനെ കൂട്ടിക്കൊണ്ട് മത്തങ്ങ അവിടെ എടുത്തു വെച്ചിട്ട് ഈ കൃഷിക്കാരനും ചാക്കുമായി പോയിട്ട് ചാക്ക് പിടിക്കാൻ പറഞ്ഞു. അവിടെ ചെന്നിട്ട് ഈ ഭണ്ഡാരം തുറന്നിട്ട് താന് ബെൽച്ച കൊണ്ട് ഒരു ബെൽച്ച സ്വർണ്ണ നാണയങ്ങൾ ഈ സഞ്ചിയിൽ ഈ ചാക്കിലേക്ക് ഇട്ടു. അയ്യോ, ഈ പാവപ്പെട്ട കർഷകൻ അങ്ങോട്ട് മതി, അയ്യോ ഇത് എൻ്റെ 3 അല്ല, എൻ്റെ ഗ്രാമത്തിലുള്ള മറ്റനേകരെ എനിക്ക് സഹായിക്കാൻ പറ്റും, ധാരാളം മതി എന്ന് പറയാൻ തുടങ്ങി. അവൻ പറഞ്ഞു, ആ ശിപായി പറഞ്ഞു, പറ്റിയില്ല, ഈ ചാക്ക് നിറച്ച് തരാനാണ് രാജാവ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നീ ചാക്ക് പിടിക്കാൻ പറഞ്ഞു. നമ്മൾ ചിന്തിക്കുക, രാജാവ് അങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് രാജാവ് തന്നെ പറഞ്ഞത്, എൻ്റെ അടുക്കൽ വന്ന ഒരുവൻ എന്നോട് തൻ്റെ ആവശ്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ആ പ്രൗഢിക്ക് തക്കവണ്ണം ഞാൻ അവരെ സഹായിക്കും. അപ്പോൾ ഒരു രാജാവ് ഈ നിലയിലാണ് തന്നോട് അപേക്ഷിക്കുന്നവരോട് ചെയ്യുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, രാജാവായ കർത്താവായ നമ്മുടെ കർത്താവ് തന്നോട് യാചിക്കുന്നവർക്ക് തൻ്റെ മഹത്വത്തിന് തക്കവണ്ണം നൽകുമെന്ന് പറയുമ്പോൾ നമ്മൾ സാമാന്യ നിലയിൽ ചിന്തിക്കുന്നതെന്നൊക്കെ എത്ര അപ്പുറമാണ്. അല്ല, നമ്മൾ അങ്ങനെ പ്രാപിച്ചവരല്ലേ? നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത, അല്ല, നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഓരോ കാര്യങ്ങളും എത്ര ശ്രേഷ്ഠമാണ്.
എത്ര ഉന്നതമാണ്, വർണ്ണനയ്ക്കൊക്കെ അപ്പുറമല്ലേ, നമ്മളതാ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇവിടെ തിരുവചനം പറയുന്നത് നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മുടെ ദൈവം പ്രാപ്തനാണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, നമുക്ക് 2 കൊരിന്ത്യർ 8-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യമാണ്. 2 കൊരിന്ത്യർ 8-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രരായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാണ്. ദൈവം അതിന് ശക്തനാണ്. അതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വാക്കുകൂടെ ഞാൻ വായിച്ചോട്ടെ. അതിൻ്റെ 2 കൊരിന്ത്യർ 9:8 നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. ഞാൻ ആഗ്രഹിച്ച വാക്യം ഇതാണ്, ക്ഷമിക്കുക. 2 കൊരിന്ത്യർ 9:8 വാക്യമാണ്. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. നോക്കുക, എത്ര വലിയൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടിയിട്ട് ദൈവം എല്ലാം ചെയ്യുവാൻ അവിടുന്ന് ശക്തനാകുന്നു എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നമുക്ക് വേണ്ടിയിട്ട് സകല കൃപയും പെരുക്കുവാൻ. അപ്പോൾ നമുക്ക് ഈ ലോക ജീവിത യാത്രയിൽ നമുക്ക് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഒരു കാര്യമാണ് കൃപ. ഏതവസ്ഥയും തരണം ചെയ്യുവാനായിട്ട് കൃപ നമുക്ക് ധാരാളം മതി. അപ്പോൾ സകല കൃപയും പെരുക്കുവാൻ നമ്മുടെ ദൈവം പ്രാപ്തനാണ്. നിങ്ങൾക്ക് നമ്മുടെ ഈ ലോകയാത്രയിൽ നമ്മൾ കൃപയിലാണ് എല്ലാം ആരംഭിക്കുന്നതിന്. നമ്മുടെ രക്ഷ പോലും കൃപയാൽ നമുക്ക് ലഭിച്ചതാണ്. പിന്നെ നമ്മുടെ ജീവിതം കൃപയിലാണ്, നമ്മൾ നിൽക്കുന്നത് കൃപയിലാണ്, നമ്മളായിരിക്കുന്നത് കൃപയാലാണ്. നമ്മൾ 1 കൊരിന്ത്യർ 15:10 വായിക്കുന്നത് ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. റോമർ 5:2 വായിക്കുന്നു ഞാൻ നിൽക്കുന്നത് കൃപയിലാണ്. അപ്പോൾ നമ്മുടെ ജീവിതയാത്ര മുഴുവൻ ഈ കൃപയിലാണ്. അപ്പോൾ കൃപയുണ്ടെങ്കിൽ ഏത് കാര്യത്തിലും എന്ന് പറഞ്ഞാൽ കൃപ നമുക്ക് സകലത്തിലും മതിയായതാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവിടെ കൃപ വേണം. ഇവിടെ പൗലോസ് തന്നെ തൻ്റെ അസുഖത്തോടുള്ള ബന്ധത്തിൽ അത് മാറുവാൻ വേണ്ടിയിട്ട് 2 കൊരിന്ത്യർ 12:7 മുതൽ 9 വരെ വായിക്കുമ്പോൾ താൻ ദൈവത്തോട് 3 വട്ടം പ്രാർത്ഥിച്ചു. അപ്പോഴും ദൈവം അവിടെ പറയുന്നത് എന്തുവാ? എൻ്റെ കൃപ നിനക്ക് മതിയെന്നാണ്. എൻ്റെ കൃപ നിനക്ക് മതി. അതേ പ്രിയമുള്ളവരെ, നമുക്ക് ഏത് നിലയിലുള്ള കൃപ വേണമെങ്കിലും അത് പെരുക്കുവാൻ ദൈവം ശക്തനാണ്. അതുകൊണ്ടാണ് ഒരു ഭക്തന് തുടർമാനമായിട്ട് കൃപാസനത്തിന് അടുത്ത് ചെല്ലണം. എന്തിനാണ്? കൃപ പ്രാപിക്കുവാൻ. നമ്മൾ എബ്രായർ 4:16 വായിക്കുന്നുണ്ട്, നമുക്ക് ഏത് സമയത്തും ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കൽ ചെല്ലാം, നമുക്ക് കൃപ ദൈവത്തിൽ നിന്നും പ്രാപിക്കാം. അപ്പോൾ ഈ ജീവിതയാത്രയിൽ നമുക്ക് നമ്മളെ സകല കൃപയിലും അത് വർദ്ധിപ്പിക്കുവാൻ, ആവശ്യം പോലെ നമുക്ക് പകരുവാൻ ദൈവം സമ്പന്നനാണ്. ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നമുക്ക് ഒരു ഏയാളിയായിട്ട് ജീവിക്കുവാൻ നമുക്ക് ഈ കൃപ ഏത് സമയത്തും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഇവിടെ ദൈവം പ്രാപ്തനാകുന്നു എന്നുള്ള 3-ാമത്തെ വിഷയം. 4-ാമത്തെ വിഷയം നമ്മൾ എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം ആണ്. എബ്രായ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 18-ാം വാക്യം. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. അപ്പോൾ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ താൻ പരീക്ഷയിൽ തികഞ്ഞവനായി തീരുകയില്ല, കഷ്ടാനുഭവങ്ങൾ തികഞ്ഞവനായി തീർന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് കഷ്ടതയിലും ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ കഴിയും. കർത്താവ് അനുഭവിക്കാത്ത ഒരു കഷ്ടതയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരികയില്ല. ഏത് നിലയിലുള്ള കഷ്ടങ്ങളാണെങ്കിലും ആ കഷ്ടങ്ങളിലൂടെ എല്ലാം നമ്മുടെ കർത്താവ് കടന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് തിരുവചനം പറയുന്നത് താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. നോക്കുക, എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏത് നിലയിലുള്ള കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും അവിടെയെല്ലാം കർത്താവിന് നമ്മളെ സഹായിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇന്ന് നമ്മൾ നേരിടുന്ന കഷ്ടങ്ങൾ അത് എങ്ങനെയുള്ളതാണെങ്കിലും നമുക്കറിയാം,
പിന്നെ പൗലോസ്ലീഹ ഒരിക്കൽ പറയുകയുണ്ടായി, തൻ്റെ ജീവിതത്തിൽ അനേക പ്രതികൂലങ്ങൾ നേരിട്ടു. പ്രതികൂലങ്ങൾ നേരിട്ടപ്പോൾ തൻ്റെ കൂടെയുള്ളവരെല്ലാം തന്നെ വിട്ടുപോയി. അപ്പോൾ നോക്കുക, പ്രതികൂലങ്ങളിൽ ആരും സഹായിക്കാനില്ല. എന്നാൽ കർത്താവ് എനിക്ക് തുണ നിന്ന നമ്മൾ 2 തിമോത്തിയോസ് അതിൻ്റെ 4-ാം അധ്യായം 16-17 വാക്യം വായിക്കുമ്പോൾ, 2 തിമോത്തിയോസ് ചാപ്റ്റർ 4 വേഴ്സ് 16 and 17, 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. അതവർക്ക് കണക്ക് ഇടാതിരിക്കട്ടെ. കർത്താവോ എനിക്ക് തുണ നിന്ന് പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാൻ സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്നും രക്ഷ പ്രാപിച്ചു. നോക്കുക, വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമല്ലേ? നമ്മുടെ ഏതൊരവസ്ഥയിലും നമ്മളെ സഹായിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. അപ്പോൾ പരീക്ഷ നമുക്ക് നേരിടുമ്പോൾ അവിടെ നമുക്ക് കർത്താവ് സഹായനായി ഉണ്ട്. എല്ലാവരും കൈവിട്ടപ്പോഴും പൗലോസിനോട് കൂടെ കർത്താവ് ഉണ്ടായിരുന്നു എന്നാണ് താൻ പറയാൻ ഇടയായിത്തീർന്നത്. എത്ര വിലപ്പെട്ട കാര്യമാണ്. 5-ാമത്തെ കാര്യം, നമ്മൾ 1 തിമോത്തി അതിൻ്റെ 1-ാം അധ്യായം 2 തിമോത്തി 1:12, 2 തിമോത്തിയോസ് 1:12 വാക്യം. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. അപ്പോൾ പൗലോസിലേക്ക് പറയുന്നത്, എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ദൈവം ശക്തനാണ്. അപ്പോൾ എന്താണ് തൻ്റെ ഉപനിധി? തൻ്റെ ആത്മാവിനെയും തൻ്റെ പ്രാണനെയും തൻ്റെ രക്ഷയെയും തൻ്റെ സകല അധ്വാനത്തെയും തൻ്റെ പ്രവൃത്തിയെയും പൂർണ്ണമായും ദൈവത്തിൽ പരമേൽപ്പിച്ചിരിക്കുകയാണ്. അത് ദൈവം സൂക്ഷിക്കുമെന്ന് തനിക്കറിയാം. പ്രതിഫല നാളിൽ മുഴുവൻ പ്രതിഫലവും അത് ദൈവത്തിൽ നിന്ന് എനിക്ക് പ്രാപിക്കുവാൻ കഴിയുമെന്നാണ് ഇവിടെ താൻ പറയുന്നത്. എത്ര വിലപ്പെട്ട കാര്യമാണ്! നമ്മളെ പൂർണ്ണമായും കരുതുന്ന, സൂക്ഷിക്കുന്ന ദൈവം നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ അധ്വാനത്തെ ഒരു രീതിയിലും നഷ്ടമാക്കാതെ പ്രതിഫല നാളിൽ, വേർപിടിക്കും നാളിൽ, ആ ന്യായവിധിയുടെ ദിവസം, നമുക്ക് ന്യായവിധി എന്നുള്ളത് ശിക്ഷാവിധിയല്ല എന്ന് ദൈവങ്ങൾക്കറിയാം. നമുക്ക് പ്രതിഫലം ലഭിക്കേണ്ട നാളിൽ അന്ന് നമുക്കത് ലഭിക്കും. അത് നമ്മുടെ ദൈവം അതെല്ലാം സൂക്ഷിച്ചുകൊള്ളും. നമ്മുടെ കണ്ണുനീര് പോലും താൻ കുപ്പിയിലാക്കി സൂക്ഷിക്കുക, അതിനൊക്കെ വലിയ പ്രതിഫലമുണ്ട്. നോക്കുക, എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യമാണ് പൗലോസ് അവിടെ പറയുന്നത്. എൻ്റെ ഉപനിധി അവിടുന്ന് കാക്കുവാൻ ശക്തൻ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം അതിന് പ്രാപ്തനാണ്, അവിടുന്ന് മതിയായവനാണ്. 6-ാമത്തെ കാര്യം, പിന്നെ ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യമാണ്. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പോൾ നമ്മൾ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി, ദൈവത്തിന് സകലവും സാധ്യം. നമ്മൾ കർത്താവിൻ്റെ വരവിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു തേജസ്സുള്ള ശരീരമാണ്. നമ്മുടെ ഇന്നത്തെ ഈ ശരീരം മാറി, ഈ ബലഹീനമായ ദ്രവത്വമുള്ള ഈ ശരീരം മാറി, ഇത് അദ്രവത്വത്തെ നമ്മൾ ധരിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് പറയുകയാണ്, ഇത് കർത്താവിൻ്റെ വരവിൻ നാളിൽ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പം ദൈവത്തിനെല്ലാം സാധ്യം പ്രിയമുള്ളവരെ. നൊടി നേരത്തിനുള്ളിൽ കണ്ണുമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരം പ്രാപിക്കും. അപ്പോൾ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, അത് നമ്മൾ കൊളോസ്യ ലേഖനം 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നമ്മളെല്ലാവരും കർത്താവിനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. കർത്താവിൻ്റെ വരവിൻ നാളിൽ നമ്മൾ അവിടുത്തെ പോലെ ആയിത്തീരും. നമുക്ക് ലഭിക്കുവാനിരിക്കുന്ന ശരീരത്തെക്കുറിച്ചും നമ്മുടെ അവസ്ഥയെക്കുറിച്ചും നമ്മൾ ഇന്ന് ചിന്തിച്ചാൽ നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല, വളരെ വിലപ്പെട്ട കാര്യമാണ്. നമ്മൾ 1 യോഹന്നാൻ 3:2 നമ്മൾ വായിക്കുന്നത്, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. നോക്കുക,
അവനെത്താൻ ഇരിക്കുന്നത് പോലെ തന്നെ നാം കാണുന്നത് കൊണ്ട് അവനോട് സദൃശന്മാരാകും. എത്ര നമ്മളെ ഈ ശരീരാവസ്ഥ മാറി കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ നമുക്കറിയാം, അവിടുന്ന് തേജസ്സുള്ള ശരീരത്തോടു കൂടെ ശിഷ്യന്മാർ ഭയപ്പെട്ട് ഒരു റൂമിൽ കഥകടച്ചിരിക്കുമ്പോൾ അവിടെ മധ്യം നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയാനിടയായി. നോക്കുക, എവിടെയും നമുക്ക് യാത്ര ചെയ്യാം. അത് നമ്മൾ ചിന്തിക്കുന്ന സമയത്തിനുള്ളിൽ അവിടെ എത്തുവാൻ നമുക്ക് കഴിയും. എത്ര വിലപ്പെട്ടൊരു കാര്യമാണ്, നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളൊരു കാര്യം. എന്നാൽ തിരുവചനത്തിലൊരു കാര്യം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. അതിൽ നമുക്ക് സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഏഴാമത്തെ കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. അത് യൂദായുടെ ലേഖനത്തിലാണ്. യൂദായുടെ ലേഖനം അതിൻ്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ, യൂദായുടെ ലേഖനം അതിൻ്റെ 24-ാം വാക്യം, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. അപ്പം നമ്മുടെ ദൈവം അവിടുന്ന് നമ്മളെ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്നവനാണ്. അവിടുന്ന് ശക്തനാണ്. ഒരു ദൈവപൈതലിനെ എത്രമാത്രം ധൈര്യപ്പെടാം. കാരണം കർത്താവാണ് അവൻ എല്ലാത്തിലും ആധാരം. നമ്മുടെ ജീവിതത്തിൽ അനേക പ്രയാസങ്ങൾ, പരീക്ഷകൾ, പ്രതികൂലങ്ങളെല്ലാം നേരിടും. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷകളെക്കുറിച്ചോ കഷ്ടങ്ങളെക്കുറിച്ചോ നമ്മൾ വ്യാകുലചിത്തരാകേണ്ട ആവശ്യമില്ല. കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്. എന്താണ് കർത്താവിൻ്റെ വചനം പറയുന്നത്? 1 കൊരിന്ത്യർ 10-ാം അധ്യായം 13-ാം വാക്യം. അവിടെ വായിക്കുന്നത്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്ക് വഴിയും ഉണ്ടാക്കും. കണ്ടോ? അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും അയ്യോ എനിക്ക് സഹിക്കാൻ കഴിവില്ലല്ലോ, ശക്തിയില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമുക്കൊരിക്കലും നമുക്ക് സഹിക്കാവുന്നതിനപ്പുറമായിട്ടുള്ള ഒരു പരീക്ഷ വരുവാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവം വിശ്വസ്തനാ പ്രിയമുള്ളവരെ. അപ്പം അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഏതൊരു പരീക്ഷയും നമുക്ക് അതിജീവിക്കുവാനായിട്ട് കഴിയും. ഇത് ദൈവം നമുക്ക് തരുന്ന വാഗ്ദത്തമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം എത്ര ധന്യമായ ഒരവസ്ഥയാണ് നമുക്കുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ദൈവം പ്രാപ്തനാകുന്നു എന്നതിനെക്കുറിച്ചുള്ള 7 പോയിന്റുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 1, അവിടുന്ന് നമ്മളെ പൂർണ്ണമായും രക്ഷിപ്പാൻ പ്രാപ്തൻ. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ഇനി നഷ്ടമാകുന്ന ഒരു വിഷയം വരുന്നില്ല. നമുക്കറിയാം, യോഹന്നാൻ 10:27-28 വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയില്ല. വളരെ വലിയ കാര്യമല്ലേ പ്രിയമുള്ളവരെ? കർത്താവിൻ്റെ കയ്യിൽ നിന്നും ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ കൈകളിലാകുന്നു എന്നുള്ളത് എത്ര വിലപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഒപ്പം നമ്മൾ പിതാവിൻ്റെ കൈകളിലാകുന്നു. അതാ വാക്യം പറയുന്നത്. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ കയ്യിലാണ്, നമ്മൾ പിതാവിൻ്റെ കയ്യിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ഭദ്രതയുള്ളവരാണ്. അപ്പം ദൈവം നമ്മളെ പൂർണ്ണമായും രക്ഷിപ്പാൻ അവിടുന്ന് പ്രാപ്തനാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ കണ്ടു, നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമുക്ക് വേണ്ടി ചെയ്യുന്നവൻ. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു രീതിയിലും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ദരിദ്രരായിരിക്കുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതിൽ നമ്മൾ സമ്പന്നരായിരിക്കണം. നിത്യതയെക്കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ള ചിന്തിപ്പിൻ, അത് തന്നെ അന്വേഷിപ്പിൻ എന്നാ കൊളോസ്യർ 3:1 നമ്മൾ വായിക്കുന്നത്. ചിന്തിക്കുക, നമുക്ക് എവിടെയെങ്കിലും ഒരു കുറവുണ്ടാകാൻ ദൈവം സമ്മതിക്കുന്നില്ല. അതിൽ ധാരാളിത്വം ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. അല്ലേ? എൻ്റെ ഈ വചനം ഒരുത്തൻ കൈക്കൊള്ളുമ്പോൾ അവനെന്നും ജീവജലത്തിൻ്റെ ഉറവ പുറപ്പെടുന്ന, അങ്ങനെയാണോ? അല്ല, ജീവജലത്തിൻ്റെ നദികൾ പുറപ്പെടുന്ന യോഹന്നാൻ 7:37-38 വാക്യങ്ങൾ. വളരെ ശ്രദ്ധേയമല്ലേ പ്രിയമുള്ളവരെ? ചെറുതായിട്ടുള്ള ഒരു ടാപ്പിൽ നിന്നും വീഴുന്ന പോലെ അല്പാൽപ്പമായിട്ടുള്ള വരവല്ല. നദികൾ ധാരാളമായ ഒരു മുട്ടില്ലാത്തൊരവസ്ഥ. മൂന്നാമത് നമ്മൾ വായിച്ചത്, നമുക്ക് സകല കൃപയും നമ്മളിൽ പെരുക്കുവാൻ അവിടുന്ന് ശക്തനാണ്, പ്രാപ്തനാണ്. നമുക്ക് ഈ ലോകയാത്രയിൽ
കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് എപ്പോഴും ആവശ്യം കൃപയാണ്. കാരണം നമ്മൾ നിൽക്കുന്നത് കൃപയിലാണ്. നമ്മൾ കണ്ടു റോമർ 5:2. നമ്മൾ ആയിരിക്കുന്നത് കൃപയാലാണ് 1 കൊരിന്ത്യർ 15:10. അപ്പോൾ നമ്മളോടുള്ള കൃപ നമ്മൾ വ്യർത്ഥമാക്കാതെ ആ കൃപ ധാരാളമായി നമ്മൾ പ്രാപിക്കുക. നമുക്ക് ഏത് സമയത്തും കൃപാസനത്തിനടുത്ത് എന്ന് കൃപ പ്രാപിക്കുവാൻ കഴിയും. ധാരാളമായി നമ്മുടെ മേൽ കൃപ പകരുന്ന ദൈവം. 4-ാമതായിട്ട് നമ്മൾ കണ്ടത് അവിടുന്ന് നമ്മളെ പരീക്ഷിക്കപ്പെടുമ്പോൾ ഏതൊരു പരീക്ഷയിലും നമ്മളെ സഹായിപ്പാൻ അവിടുന്ന് ശക്തനാണെന്ന്. ഏത് നിലയിലുള്ള പരീക്ഷയും നമുക്കറിയാം. കഷ്ടാനുഭവങ്ങളെ തികഞ്ഞവനായി തീർന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് പരീക്ഷകളും കർത്താവ് നേരിട്ടുള്ളതാണ്. അതുകൊണ്ട് കർത്താവിന് നമ്മളെ സഹായിക്കുവാൻ കഴിയും. ഓരോ ചിലരുടെ അനുഭവത്തിൽ എല്ലാവരും കൈവിട്ടപ്പോഴും കർത്താവ് തുണനിന്ന് തന്നെക്കൊണ്ട് ആ പ്രസംഗം നിവർത്തിക്കുവാൻ ഇടയായി തീർന്നു. ഇത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ് പ്രിയമുള്ളവരെ. ഈ ലോകത്തിലുള്ള നമുക്ക് ഏതെങ്കിലും നിലയിൽ നമുക്ക് സഹായകരാകാം എന്ന് കരുതുന്നവരുമൊക്കെ കൈവിട്ടെന്ന് വന്നേക്കാം. എന്നാൽ കർത്താവ് ഒരിക്കലും കൈവിടുകയില്ല. അവിടുന്ന് നമ്മളെ കൊണ്ട് അത് നിവർത്തിക്കും. 5-ാമത് നമ്മൾ കണ്ടത് ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവിടുന്ന് ശക്തനാണ്. നമ്മുടെ ആത്മാവും പ്രാണനും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ രക്ഷയും നമ്മൾ കർത്താവിൽ ചെയ്യുന്ന സകല പ്രവർത്തനങ്ങളും അതിൻ്റെ പ്രതിഫലങ്ങളും എല്ലാം നമുക്ക് ആ നാളിൽ കർത്താവ് നമുക്ക് തരും. ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലവുമായിട്ടാണ് കർത്താവ് വരുന്നത്. നമുക്ക് കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നമ്മൾ ചെയ്തതൊന്നും നഷ്ടമാക്കാതെ അത് ദൈവം നമുക്ക് തരും. അത് നമുക്ക് കർത്താവിൽ വയ്ക്കാവുന്ന ഒരു നല്ല പ്രത്യാശയാണ്. അതിന് അവിടുന്ന് പ്രാപ്തനാണ്, അതിന് അവിടുന്ന് വിശ്വസ്തനാണ്. 6-ാമത്തെ കാര്യം, സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ അവൻ പ്രാപ്തനാണ്. നമുക്ക് നമ്മുടെ ഈ ശരീരാവസ്ഥയൊക്കെ മാറി നമുക്ക് തേജസ്സുള്ള ഒരു ശരീരം അവിടുന്ന് നമുക്ക് തരും. അത് അവിടുത്തെ വാഗ്ദത്തമാണ്. കർത്താവിൻ്റെ വരവിൻ്റെ നാളിൽ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണും. നാം അവനോട് സമന്മാരാകും. എത്ര വിലപ്പെട്ട ഒരു കാര്യമാണ് ദൈവം നമുക്ക് വേണ്ടി ഇനിയും ചെയ്യുവാൻ പോകുന്നത്. അതിന് ദൈവം പ്രാപ്തനാകുന്നു എന്ന് നമുക്കിപ്പോൾ പൂർണ്ണമായും വിശ്വസിക്കുവാനായിട്ട് കഴിയും. 7-ാമത്തെ കാര്യം, വീഴാതെ വണ്ണം നമ്മളെ പിതാവിൻ്റെ സന്നിധിയിൽ നിർത്തുവാൻ അവിടുന്ന് പ്രാപ്തനാണ്. ഒരിക്കലും നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവ് അത് ഓരോ ദിവസവും നിവർത്തിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു കാര്യവും നമ്മുടെ തലമുടിതാരിഴകൾ പോലും എണ്ണപ്പെട്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ കർത്താവ് അറിയാതെ, കർത്താവ് അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. അത് സംഭവിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ നന്മയ്ക്കും ദൈവനാമ മഹത്വത്തിനും വേണ്ടിയാണ്. അതുകൊണ്ട് എല്ലാ അവസ്ഥയിലും നമുക്ക് കർത്താവിൽ സന്തോഷിപ്പാൻ കഴിയും. കർത്താവ് എല്ലാത്തിലും സകലത്തിലും പ്രാപ്തനാണ് എന്നാണ് നമുക്ക് ഈ തിരുവചനങ്ങളിലൂടെ എല്ലാം കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളും കർത്താവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. അവർ ധൈര്യമായി മുന്നേറുക. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. കാരണം കർത്താവിൻ്റെ വാഗ്ദത്തമാണ്, ഞാനോ യുഗാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. മത്തായി 28:20. അതുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം ഇവരുടെ കൂടെ ഉണ്ട്. 1 യോഹന്നാൻ 4:4 വായിക്കുമ്പോൾ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നമ്മളോട് കൂടെയുണ്ട്. ഈ ബോധ്യത്തിൽ അവിടെ നിന്ന് സകലത്തിലും മതിയായവനാണ് എന്നുള്ള നല്ല നിർണയത്തിൽ ഈ ജീവിതയാത്ര കഴിപ്പാൻ ഈ വചനങ്ങൾ നിങ്ങൾക്ക് സഹായമായി തീരട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.